പള്ളിത്തർക്കത്തിൽ ശാശ്വത പരിഹാരം കാണാൻ കോടതികളിലൂടെ സാധിക്കുകയില്ല എന്ന ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവ. വിശ്വാസികളുടെ വിശ്വാസത്തെ ഇളക്കാൻ കോടതിക്ക് കഴിയില്ല. തർക്കം പരിഹരിക്കാൻ സർക്കാർ എടുത്ത ശ്രമങ്ങൾ സ്വാഗതാർഹമെന്നും പാത്രിയർക്കീസ് ബാവ പറഞ്ഞു. Civil courts cannot solve issues of faith and ecclesiastical matters. What solves this issue is love of Christ and His church, sincerity and real dialogue, honest dialogue. That will bring us to solution, to solving these issues. Our ultimate goal is to have peace in the church. ഗീസ് പീറ്ററുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഗീസ്, ഇത് നാളുകളായുള്ള തർക്കമാണല്ലോ, ഒരു പരിഹാരവും കാണാതെ ഇങ്ങനെ നീണ്ടുപോകുന്ന വിഷയം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ഒരു പ്രശ്നപരിഹാര സാധ്യത തെളിയുകയാണോ ഗീസ്? ഉന്മേഷ, തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക ഓർത്തഡോക്സ് മേധാവി അല്ലെങ്കിൽ ഓർത്തഡോക്സ് നേതൃത്വം സമവായം വേണം അല്ലെങ്കിൽ ഒരു ഐക്യം വേണം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഇരു സഭകളും തമ്മിൽ ഐക്യമുണ്ടാകണം, അത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പള്ളിത്തർക്കം ചർച്ച ഉടലെടുക്കുന്നത്. പാത്രിയർക്കീസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മലയക്കുരിശ് ദേറയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് പള്ളിത്തർക്കത്തിൽ കോടതി വിധികളിലൂടെ ഒരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് ഇല്ല എന്ന് പാത്രിയർക്കീസ് ബാവ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പ്രശ്നപരിഹാരം കാണേണ്ടത് ഇടവകകൾ തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ്. അതായത് ഇടവകകൾ തമ്മിൽ ഇരിക്കുക, അവർ ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കാണണം എന്നാണ് പാത്രിയർക്കീസ് ബാവ മുന്നോട്ട് വെക്കുന്നത്. ഇതേ ആവശ്യം തന്നെ അല്ലെങ്കിൽ ഇതേ നിലപാട് തന്നെയാണ് യാക്കോബായ സഭാ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് അടക്കമുള്ള നേതൃത്വം ഇക്കാര്യം നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. കാരണം പ്രശ്നപരിഹാരം കാണേണ്ടത് കോടതി മുറികളിലൂടെയല്ല, അതിന് അപ്പുറം ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം രമ്യമായി തന്നെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ ഉണ്ടല്ലോ. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമുണ്ടല്ലോ നമ്മുടെ മുൻപിൽ. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകും? ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അത് ഏത് നിലയ്ക്ക് കോടതിയെ കൂടി അറിയിക്കും ഗീസ്? ഗീസ് പീറ്ററാണ് ന്യൂസ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തിൽ അത് കോടതികളിലൂടെ സാധിക്കില്ല എന്നുള്ള പ്രതികരണം വരുന്നു. ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാവയുടെ പ്രതികരണമാണ് വരുന്നത്. വിശ്വാസികളുടെ വിശ്വാസത്തെ ഇളക്കാൻ കോടതി വിധികളിലൂടെ സാധിക്കില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലപാടായി വ്യക്തമാക്കുന്നത്. ഗീസ് പീറ്റർ തുടരുന്നുണ്ട്. ഗീസ്, ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളൊക്കെ നമ്മൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഈ ചർച്ചകളുടെ പരിഹാരം കാണും എന്ന് പറയുമ്പോൾ എന്തൊക്കെ തുടർ നടപടികൾ ഇനി ഇരുഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം ഗീസ്? ഉന്മേഷ, തീർച്ചയായിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. കാരണം ഈ 17-നകം തന്നെ 6 പള്ളികൾ, ഓടക്കാലി അടക്കം മഴുവന്നൂർ അടക്കം പാലക്കാടിലെ മംഗലം ഡാം അടക്കം 6 പള്ളികൾ ഉടൻ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന്, അതായത് യാക്കോബായ പക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് സുപ്രീം കോടതി ഇതിനോടകം തന്നെ ഉത്തരവിട്ട് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ തന്നെ നേരിട്ട് ഒരു പ്രശ്നപരിഹാരത്തിനായി രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ കൃത്യമായ ആ ഓർത്തഡോക്സ് സഭയുടെ നിലപാടിനെ യാക്കോബായ സഭ പിന്തുണയ്ക്കുന്നുണ്ട്, കൃത്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോഴും മുന്നോട്ട് വെക്കുന്ന യാക്കോബായ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ഒരു ചർച്ചയാണ് വേണ്ടത്, അല്ലാതെ പള്ളി ഏറ്റെടുക്കലല്ല അല്ലെങ്കിൽ പള്ളി വിട്ടുകൊടുക്കലല്ല. ഇടവക്കാർ തമ്മിൽ തീരുമാനിക്കുക, അവിടെ ഒരു പൊതുയോഗം ചേരുക, അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടെ 51% പേർ അത് ആർക്കാണോ ഉണ്ടാവുക അല്ലെങ്കിൽ 50-ലധികം പേർ ഏത് വിഭാഗത്തിനൊപ്പമാണോ അവർക്ക് പള്ളി കൊടുക്കുക എന്നൊരു നിലപാട് അത് നേരത്തെ തന്നെ യാക്കോബായ സഭ സ്വീകരിച്ച നിലപാടാണ്. ഒപ്പം തന്നെ ഓർത്തഡോക്സ് വിഭാഗം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്ന ലയന പ്രക്രിയ അത് ഒരിക്കലും സാധ്യമല്ല എന്ന് യാക്കോബായ സഭ ഇതിനോടകം തന്നെ ചർച്ച ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. കാരണം 1958 ഇത്തരത്തിൽ സഭകൾ തമ്മിൽ ലയിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് വലിയ തർക്കത്തിലേക്ക്, അതായത് കോടതി മുറികളിൽ വരെ ഈ തർക്കം ചെന്ന് നിൽക്കുന്ന സാഹചര്യം വരെ എത്തി. അതുകൊണ്ട് ഇനി ഒരു ലയനം അതിലേക്ക് എന്തായാലും സഭകൾ നീങ്ങുന്നില്ല എന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് ചർച്ചയാണ്. പ്രശ്നപരിഹാരത്തിന് ഇടവക കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് വേണ്ടത്. അതാണ് ഇനി പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് യാക്കോബായ സഭ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഏതായാലും ഈ തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള തരത്തിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഗീസ് പീറ്ററാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ